വെൽക്കം ബാക്ക്. ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന മോഡൽ വേർബ്സിൽ ഒന്നാണ് ഷുഡ്. ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഷുഡ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതായത് അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മോഡൽ വെർബ് ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഷുഡ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, അതായത് ഷുഡ്, ഷുഡ് ബി, ഷുഡ് ഹാവ് ബീൻ, ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. നിനക്ക് ക്ഷീണമുണ്ട്, നീ പോയി കിടക്കണം. നിനക്ക് ക്ഷീണമുണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ പറയാം? യു ആർ ടയേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്കത് എങ്ങനെയാണ് ഇത്ര ഉറപ്പായി പറയാൻ കഴിയും? അവർക്ക് ക്ഷീണമുണ്ടോ ഇല്ലയോ എന്ന് അവർക്കേ അറിയൂ. കാഴ്ചയിൽ ക്ഷീണമുണ്ട്, അതാണ് നമുക്ക് പറയേണ്ടത്. അതിന് നമുക്ക് യു ലുക്ക് ടയേർഡ് എന്ന് പറയാം. അതായത് അവരെ കാണുമ്പോൾ അവർക്ക് ക്ഷീണമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. യു ലുക്ക് ടയേർഡ്. നമുക്കിങ്ങനെ ലുക്ക് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. യു ആർ ഹാപ്പി എന്നും യു ലുക്ക് ഹാപ്പി എന്നും പറയുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. യു ആർ ഹാപ്പി എന്ന് പറയുമ്പോൾ അവർ ഹാപ്പിയാണോ ഹാപ്പി അല്ലയോ നമുക്കറിയില്ല. നമ്മൾ കാഴ്ചയിൽ അവർ ഹാപ്പി ആയിട്ട് തോന്നുന്നു എന്ന അർത്ഥത്തിലാണ് യു ലുക്ക് ഹാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യു ലുക്ക് സാഡ്. വാട്ട്സ് എ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കാണുമ്പോൾ എന്തോ വിഷമം ഉള്ളത് പോലെ തോന്നുന്നു, എന്താണ് പ്രശ്നം എന്ന അർത്ഥത്തിലാണ് നമ്മൾ യു ലുക്ക് സാഡ്, വാട്ട്സ് എ പ്രോബ്ലം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാഴ്ചയിൽ ക്ഷീണമുണ്ട് എന്നാണ് പറയേണ്ടത്. അതിന് നമ്മൾ പറയുന്നത് യു ലുക്ക് ടയേർഡ് എന്നാണ്. ഇവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ലുക്ക് ഒരു വെർബാണ്, പക്ഷേ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ് ആണ്, അഡ്വർബ് അല്ല. യു ലുക്ക് ഹാപ്പി എന്നാണ് പറയുക. യു ലുക്ക് ഹാപ്പിലി എന്ന് പറയില്ല. കാരണം ലുക്ക് ഒരു കോപ്പുലാർ വെർബാണ്. കോപ്പുലാർ വെർബ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക അഡ്ജക്റ്റീവ്സ് ആണ്, അഡ്വർബ്സ് അല്ല. ഇത് ഓർത്തിരിക്കണം. നമ്മൾ വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു വെർബാണ് ലുക്ക്. അതിനെ മോഡിഫൈ ചെയ്യാൻ അഡ്വർബ് ഉപയോഗിക്കരുത്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് അഡ്ജക്റ്റീവ് ആണ്. സെയിം എന്ന വെർബും അപ്പിയർ എന്ന വെർബും എല്ലാം നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിക്കുക. യു ലുക്ക് ടയേർഡ്. നീ പോയി കിടക്കണം. ക്ഷീണമുണ്ട്, അതുകൊണ്ട് പോയി കിടക്കണം, പോയി ഉറങ്ങണം. യു ഷുഡ് ഗോ ടു ബെഡ്. നീ ഉറങ്ങാൻ പോകണം. കിടക്കാൻ പോകുന്നതിന് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന എക്സ്പ്രഷൻ ആണ് ഗോ ടു ബെഡ് എന്നത്. യു ഷുഡ് ഗോ ടു ബെഡ്. ഇവിടെ ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡ്വൈസ് എന്ന രീതിയിലാണ്. ഷുഡ് അത്ര സ്ട്രോങ് ആയ ഒരു എക്സ്പ്രഷൻ അല്ല. അതൊരു അഡ്വൈസ് ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഐഡിയാസ് എല്ലാം എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ പൊതുവെ ഷുഡ് ഉപയോഗിക്കുന്നത്. ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നൊരർത്ഥം ഷുഡ് ഉപയോഗിക്കുന്നതിനില്ല. നമ്മൾ അവനെ ക്ഷണിക്കണം. ക്വസ്റ്റ്യൻസിൽ നമുക്ക് മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ അറിയുന്നതിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അവനെ ക്ഷണിക്കണം. ഷുഡ് വി ഇൻവൈറ്റ് ഹിം. നമ്മൾ അവനെ ക്ഷണിക്കണം. ഞാനിവിടെ എഴുതിയത് ദം എന്നാണ്. ദം എന്ന് പറയുമ്പോൾ അവരെ എന്നാണ് അർത്ഥം. അവനെ എന്ന അർത്ഥത്തിൽ ഹിം എന്ന് പറയും. അവരെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ദം എന്ന് പറയുന്നത്. ഷുഡ് വി ഇൻവൈറ്റ് ദം. നമ്മൾ അവരെ ക്ഷണിക്കണം. അപ്പൊ വേണം എന്നാണ് കേൾക്കുന്നയാൾ പറയുന്നത്. അതെങ്ങനെ അവർക്ക് പറയാം? യെസ് വി ഷുഡ്. വി ഷുഡ് എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഇൻവൈറ്റ് ദം എന്നതിന് പകരമായിട്ടാണ് നമ്മൾ വി ഷുഡ് എന്ന് മാത്രം പറയുന്നത്. ഇൻവൈറ്റ് ദം എന്നൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷോർട്ട് ആൻസേഴ്സിൽ നമുക്ക് ഇങ്ങനെ മോഡൽ വെർബ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. യെസ് വി ഷുഡ്. ഇനി ആ പറയുന്നത് കുറച്ചുകൂടി ഒന്ന് പൊളൈറ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് പറയാം? യെസ് ഐ തിങ്ക് വി ഷുഡ്. ക്ഷണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വി ഷുഡ് എന്ന് പറയുന്നതും ഐ തിങ്ക് വി ഷുഡ് എന്ന് പറയുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഐ തിങ്ക് വി ഷുഡ് എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചൊരു തീരുമാനം എടുക്കാം എന്നൊരർത്ഥം അതിനുണ്ട്. വി ഷുഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ചോയ്സ് കുറവാണ്. വി മസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ചോയ്സേ ഇല്ല. പൊതുവെ നമ്മൾ ഷുഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഐ തിങ്ക് എന്നൊരു എക്സ്പ്രഷൻ സാധാരണ ആഡ് ചെയ്യാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നീ അത് ചെയ്യണം, അത് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഐ തിങ്ക് ഇവിടെ ആഡ് ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് കൂടുതൽ എന്തെങ്കിലും ചെയ്യണം. പൊതുവിദ്യാഭ്യാസം പബ്ലിക് എഡ്യൂക്കേഷൻ. മെച്ചപ്പെടുത്താൻ ഇംപ്രൂവ് ചെയ്യാൻ, ടു ഇംപ്രൂവ് എന്നർത്ഥം. ഗവൺമെന്റ് കൂടുതൽ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ സബ്ജക്റ്റ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. പബ്ലിക് എഡ്യൂക്കേഷൻ അല്ല സബ്ജക്റ്റ്, ഗവൺമെന്റ് ആണ് സബ്ജക്റ്റ്. ഗവൺമെന്റിന്റെ കൂടെ നമ്മൾ പൊതുവെ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ദ ഗവൺമെന്റ് ഷുഡ് ഡു മോർ. കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. ദ ഗവൺമെന്റ് ഷുഡ് ഡു മോർ ടു ഇംപ്രൂവ് പബ്ലിക് എഡ്യൂക്കേഷൻ. ദ ഗവൺമെന്റ് ഷുഡ് ഡു മോർ ടു ഇംപ്രൂവ് പബ്ലിക് എഡ്യൂക്കേഷൻ. മോർ എന്ന് പറയുമ്പോൾ കൂടുതൽ. എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ദ ഗവൺമെന്റ് ഷുഡ് ഡു സംതിങ് ടു ഇംപ്രൂവ് പബ്ലിക് എഡ്യൂക്കേഷൻ എന്നാണ്. എന്തെങ്കിലും എന്ന അർത്ഥത്തിൽ നമുക്ക് അവിടെ സംതിങ് ഉപയോഗിക്കാം. ഇപ്പൊ ചെയ്യുന്നതിൽ കൂടുതൽ എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യണം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ മോർ എന്ന് പറയുന്നത്. ദ ഗവൺമെന്റ് ഷുഡ് ഡു മോർ ടു ഇംപ്രൂവ് പബ്ലിക് എഡ്യൂക്കേഷൻ. സംതിങ് മോർ എന്നും പറയാം. ദ ഗവൺമെന്റ് ഷുഡ് ഡു സംതിങ് മോർ ടു ഇംപ്രൂവ് പബ്ലിക് എഡ്യൂക്കേഷൻ. നീ ആ ജോലിക്ക് അപേക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക്. എന്താ എനിക്ക് തോന്നാത്തത്? നീ ആ ജോലിക്ക് അപേക്ഷിക്കണം.
You should apply for that job. I don't think you should apply for that job. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. നമുക്കിതിനെ that ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. I don't think that you should apply for that job. നീ ആ ജോലിക്ക് അപേക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ that ഇവിടെ ഓപ്ഷണൽ ആണ്. I don't think you should apply for that job എന്ന് പറഞ്ഞാലും മതി. എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണക്ടറാണ് that. അത് പലപ്പോഴും ഓപ്ഷണൽ ആണ്. നമ്മളതവിടെ മെൻഷൻ ചെയ്താലും ഇല്ലെങ്കിലും ആക്ച്വലി that അവിടെ ഉണ്ട്. നമ്മളത് മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് മാത്രം. I don't think you should apply for that job. അല്ലെങ്കിൽ I don't think that you should apply for that job. കോസ്മെറ്റിക്സിന് വേണ്ടി ഇത്ര അധികം പണം നീ ചെലവാക്കരുത്. കോസ്മെറ്റിക്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതിനു വേണ്ടി ഇത്രയധികം പണം ചെലവാക്കരുത്. നീ ചെലവാക്കരുത്, നീയാണ് സബ്ജക്റ്റ്. ചെയ്യരുത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഷുഡ് നോട്ട് എന്ന് പറയും. You should not spend so much money on cosmetics. You should not spend so much money on cosmetics. നമ്മൾ പണം എന്തിൻ്റെയെങ്കിലും മുകളിൽ ചെലവാക്കുക എന്ന അർത്ഥത്തിലാണ് ഓൺ എന്ന് പറയുന്നത്. സ്പെൻഡിന് ശേഷം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. You should not spend so much money on cosmetics. ഇത്രയധികം പണം നീ കോസ്മെറ്റിക്സിന് വേണ്ടി ചെലവാക്കരുത്. നീ മാപ്പ് പറയണം. മാപ്പ് പറയുക, അപ്പോളജൈസ്. നീ മാപ്പ് പറയണം എന്നെങ്ങനെ പറയാം? You should apologize. നീ മാപ്പ് പറയണം. ഇതും മസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. You should apologize എന്ന് പറയുമ്പോൾ നീ മാപ്പ് പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാപ്പ് പറഞ്ഞാൽ നല്ലത്, അതാണ് അതിനർത്ഥം. കേൾക്കുന്നയാളിന് നമ്മൾ ആരോടാണോ പറയുന്നത് അവർക്ക് തീരുമാനിക്കാം മാപ്പ് പറയണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം എന്നൊരർത്ഥത്തിലാണ് നമ്മളിവിടെ ഷുഡ് ഉപയോഗിക്കുന്നത്. ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ മീനിങ് ഡിഫറെൻ്റ് ആണ്. മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം നിനക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, മാപ്പ് പറഞ്ഞേ പറ്റൂ എന്നാണ്. യു മസ്റ്റ് അപ്പോളജൈസ് അല്ലെങ്കിൽ യു ഹാവ് ടു അപ്പോളജൈസ്. ഇത് രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്, ചെയ്തേ തീരൂ. മാപ്പ് പറയാതെ നിവൃത്തിയില്ല എന്ന മീനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു ആണ്. ഷുഡ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു മീനിങ് ഇല്ല. ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഷുഡിൻ്റെ കൂടെ നമ്മൾ പൊതുവെ ഐ തിങ്ക് ഉപയോഗിക്കും. മസ്റ്റിൻ്റെ കൂടെയോ ഹാവ് ടുവിൻ്റെ കൂടെയോ ഒന്നും നമ്മൾ ഐ തിങ്ക് ഉപയോഗിക്കാറില്ല. രവി എവിടെ? വെർ ഈസ് രവി? അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഈ സമയത്ത് അവൻ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഞാൻ അവനെ ഇവിടെ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ അവനെ ഇവിടെ കാണുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ പറയും? വെർ ഈസ് രവി? ഹി ഷുഡ് ബി ഹിയർ നൗ. അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഹി ഷുഡ് ബി ഹിയർ നൗ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച് ഷുഡ് ബി എന്ന എക്സ്പ്രഷനാണ്. അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അവൻ എവിടെയായിരുന്നു? വേർ വാസ് ഹി? അവൻ എവിടെയായിരുന്നു? പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് അവൻ എവിടെയായിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവൻ അവിടെ ഉണ്ടാവേണ്ടിയിരുന്നതാണ്. അവനവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ സമയത്ത് അവനവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അതെങ്ങനെയാണ് പറയുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുക ഷുഡ് ഹാവ് ബീൻ ആണ്. ഹി ഷുഡ് ഹാവ് ബീൻ ദർ. വേർ വാസ് ഹി? അവൻ എവിടെയായിരുന്നു? അവൻ അവിടെ ഉണ്ടാവേണ്ടിയിരുന്നതാണ്, പക്ഷെ ഉണ്ടായിരുന്നില്ല. ഹി ഷുഡ് ഹാവ് ബീൻ ദർ. അവൾ നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. അവൾ നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. ഒരു ഹാബിറ്റ് എന്ന രീതിയിലല്ല പറയുന്നത്. ഹാബിറ്റ് എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ പറയുന്നത് അവൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഷീ സ്റ്റഡിങ് ഹാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. പക്ഷേ ഷീ സ്റ്റഡിങ് ഹാർഡ് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായി അവൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൂടുതൽ നല്ലത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് ഈ ആക്ടിവിറ്റി കുറച്ച് അധികം സമയമായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്കിതെങ്ങനെ പറയാം? ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് സോ ഹാർഡ് ഫോർ ഹെർ എക്സാം. അവൾ നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് സോ ഹാർഡ് ഫോർ ഹെർ എക്സാം. ഷീ ഈസ് സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നല്ലതുപോലെ പഠിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ കുറച്ചധികം സമയമായി, കുറച്ചധികം ദിവസങ്ങളായി അവൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നർത്ഥം വരുന്നുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാനാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചധികം സമയമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാനാണ്. അവൾക്ക് നല്ല മാർക്ക് കിട്ടേണ്ടതാണ്. നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടും. അതൊരു ലോജിക്കൽ കൺക്ലൂഷൻ ആണ് അല്ലേ? നല്ലതുപോലെ പഠിക്കുന്നവർക്ക് നല്ല മാർക്ക് കിട്ടേണ്ടതാണ്. അത് പറയാനും നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. ഷീ ഷുഡ് ഗെറ്റ് ഗുഡ് മാർക്സ്. കാരണം അവൾ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയാണ്. ഷീ ഷുഡ് ഗെറ്റ് ഗുഡ് മാർക്സ്. നീ വിളിക്കണമായിരുന്നു. നീ വിളിച്ചില്ല, പക്ഷെ നീ വിളിക്കേണ്ടതായിരുന്നു. അതെങ്ങനെ പറയും? ചെയ്യാതെ പോയൊരു കാര്യമാണ്.
യു ഷുഡ് ഹാവ് കോൾഡ്, നീ വിളിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് കോൾഡ്. ഷുഡ് ഹാവ് പ്ലസ് V3, കോൾഡ് V3 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഷുഡ് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കുന്നത് സംഭവിക്കാതെ പോയ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ്. ഇത് പൊതുവെ ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. യു ഷുഡ് ഹാവ് കോൾഡ്, നീ വിളിക്കേണ്ടതായിരുന്നു. ഷുഡ് നോട്ട് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയാനാണ്. നീ വിളിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് കോൾഡ്. എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. ഐ വാസ് ഗെറ്റിംഗ് വറീഡ്. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. ഐ വാസ് ഗെറ്റിംഗ് വറീഡ്. നല്ലൊരു അവസരമാണ് നിനക്ക് നഷ്ടമായത്. നിനക്ക് നഷ്ടമായി. യു മിസ്ഡ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. നല്ല ഒരു അവസരമാണ് നിനക്ക് നഷ്ടമായത്. നീ നഷ്ടപ്പെടുത്തി എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം യു വേസ്റ്റഡ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. വേസ്റ്റ് ചെയ്തു എന്നാണ് പറയുക. ഇവിടെ മിസ് എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു. യു മിസ്ഡ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. നീ ആ ജോലിക്ക് അപേക്ഷിക്കണമായിരുന്നു. അപേക്ഷിച്ചില്ല, പക്ഷെ ചെയ്യേണ്ടതായിരുന്നു. അതിന് നമ്മൾ ഏത് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക? യു ഷുഡ് ഹാവ് അപ്ലൈഡ് ഫോർ ദാറ്റ് ജോബ്. നീ ആ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു, അപേക്ഷിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് അപ്ലൈഡ് ഫോർ ദാറ്റ് ജോബ്. നമ്മളിവിടെ ഉപയോഗിച്ച് ഷുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഇത് ചെയ്യാതെ പോയ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. നീ ഞങ്ങളുടെ സംഭാഷണം കേൾക്കരുതായിരുന്നു. കേട്ടു, പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാ പറയുന്നത്? യു ഷുഡ് നോട്ട് ഹാവ് ലിസൺ ടു അവർ കോൺവെർസേഷൻ. യു ഷുഡ് നോട്ട് ഹാവ് ലിസൺ ടു അവർ കോൺവെർസേഷൻ. ഞങ്ങൾ പറയുന്നത് നീ ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നു. ലിസണിന് ശേഷം നമ്മൾ ഒരു ടു എന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു. അതിന് നമ്മൾ ഉപയോഗിച്ച സ്ട്രക്ചർ ഷുഡ് നോട്ട് ഹാവ് പ്ലസ് V3 ആണ്. അത് സ്വകാര്യമായിരുന്നു. ഞങ്ങൾ പറയുന്നത് പ്രൈവറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് പ്രൈവറ്റ്. അത് സ്വകാര്യമായിരുന്നു. എനിക്ക് സുഖം തോന്നുന്നില്ല. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നു എന്നാണ് പറയേണ്ടത്. അതിന് ഐ ആം ഫീലിംഗ് സിക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഫീൽ സിക്ക് എന്ന് പറയാം. സിക്ക് എന്ന വാക്കിന് അസുഖം എന്നൊരർത്ഥമുണ്ട്. പൊതുവെ നമ്മൾ ഫീൽ സിക്ക് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഛർദ്ദിക്കാൻ വരുന്നു എന്നാണ്. ഐ ആം ഫീലിംഗ് സിക്ക്, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ ഇത്രയധികം ഭക്ഷണം കഴിക്കേണ്ടിയിരുന്നില്ല. ഞാൻ അധികം ഭക്ഷണം കഴിച്ചു, പക്ഷെ ഇപ്പം ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ടിയിരുന്നില്ല. ഐ ഷുഡ് നോട്ട് ഹാവ് ഈറ്റൺ സോ മച്ച്. ഞാൻ ഇത്രയധികം ഭക്ഷണം കഴിക്കേണ്ടിയിരുന്നില്ല. ഐ ഷുഡ് നോട്ട് ഹാവ് ഈറ്റൺ സോ മച്ച്. നമ്മളിവിടെ ഷുഡ് നോട്ട് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചത്. നീ കിടക്കാൻ ഇത്ര വൈകരുത്. ഉറങ്ങാൻ കുറച്ചുകൂടി നേരത്തെ പോകണം. ഇത്ര വൈകി ഉറങ്ങാൻ പോകരുത്. ഇനി നമുക്ക് ഷുഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഷുഡ് നോട്ട് ഉപയോഗിച്ചാൽ മതി. യു ഷുഡ് നോട്ട് ഗോ ടു ബെഡ് സോ ലേറ്റ്. നീ ഇത്ര വൈകരുത്. യു ഷുഡിൻ ഗോ ടു ബെഡ് സോ ലേറ്റ്. കിടക്കാൻ പോവാൻ ഇത്ര വൈകരുത്. അല്ലെങ്കിൽ യു ഷുഡ് ഗോ ടു ബെഡ് ഏർലി. നീ നേരത്തെ കിടക്കാൻ പോകണം. രണ്ടിൻ്റെയും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. യു ഷുഡ് നോട്ട് ഗോ ടു ബെഡ് സോ ലേറ്റ്. ഇത്ര വൈകരുത് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ സോ ലേറ്റ് എന്ന് പറയുന്നത്. യു ഷുഡ് ഗോ ടു ബെഡ് ഏർലി എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ അഡ്വൈസ് ആണ്. നേരത്തെ കിടക്കാൻ പോകണം. നിനക്ക് കോൾഡ് ഉണ്ട്. യു ഹാവ് എ കോൾഡ്. നല്ല കോൾഡ് ഉണ്ട്, നല്ല ജലദോഷം ഉണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് യു ഹാവ് എ ബാഡ് കോൾഡ് എന്ന് പറയാം. യു ഹാവ് എ കോൾഡ്. നീ ഇന്ന് രാത്രി പുറത്തു പോകരുത്. യു ഷുഡ് നോട്ട് ഗോ ഔട്ട് ടു നൈറ്റ്. യു ഷുഡ് നോട്ട് ഗോ ഔട്ട് ടു നൈറ്റ്. ഇന്ന് രാത്രി നീ പുറത്തു പോകരുത്. ചെയ്യരുത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഷുഡ് നോട്ട് ഉപയോഗിക്കും. ചെയ്യണം എന്ന അർത്ഥത്തിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കും. രാഹുൽ എത്തിയോ? ഈസ് രാഹുൽ ഹിയർ എറ്റ്. രാഹുൽ എത്തിയോ? ഹാസ് രാഹുൽ അറൈവ്ഡ് എറ്റ് എന്ന് ചോദിച്ചാലും അതേ മീനിങ് തന്നെയാണ്. ഈസ് രാഹുൽ ഹിയർ എറ്റ്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഹാസ് രാഹുൽ അറൈവ്ഡ് എറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. രണ്ടും നമുക്കിവിടെ ഉപയോഗിക്കാം. രാഹുൽ എത്തിയോ? ഇതുവരെ ഇല്ല. നോട്ട് എറ്റ്. ഇതുവരെ അവൻ വന്നിട്ടില്ല, പക്ഷെ ഉടനെ എത്തേണ്ടതാണ്. പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നോട്ട് എറ്റ് ബട്ട് ഹി ഷുഡ് ബി ഹിയർ സൂൺ. ഉടനെ തന്നെ അവൻ ഇവിടെ എത്തേണ്ടതാണ്. ഹി ഷുഡ് ബി ഹിയർ സൂൺ. ഞങ്ങൾക്ക് നിന്നെ വേണ്ടത്ര കാണാൻ കിട്ടുന്നില്ല. നീ കൂടെ കൂടെ ഞങ്ങളെ വന്ന് കാണണം. വേണ്ടത്ര, ഇനഫ്. സബ്ജക്റ്റ് വി ആണ്. വി ഡോണ്ട് സീ യു ഇനഫ്. ഞങ്ങൾ നിന്നെ വേണ്ടത്ര കാണാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. നീ കൂടെ കൂടെ ഞങ്ങളെ കാണാൻ വരുന്നില്ല എന്ന അർത്ഥത്തിലാണ് നമ്മളിത് പറയുന്നത്. വി ഡോണ്ട് സീ യു ഇനഫ്. നീ കൂടെ കൂടെ, ഇപ്പോൾ വരുന്നതിലും കൂടുതൽ ഫ്രീക്വൻസിയിൽ ഞങ്ങളെ വന്ന് കാണണം. അതെങ്ങനെ നമുക്ക് പറയാം? യു ഷുഡ് കം ആൻഡ് സീ അസ് മോർ ഓഫൺ. യു ഷുഡ് കം ആൻഡ് സീ അസ് മോർ ഓഫൺ. ഇനിയും കൂടുതൽ പ്രാവശ്യം വരണം എന്ന് പറയാനാണ് നമ്മൾ മോർ ഓഫൺ എന്ന് പറയുന്നത്. യു ഷുഡ് കം ആൻഡ് സീ അസ് മോർ ഓഫൺ. ഞാൻ പറഞ്ഞത് നീ കേൾക്കണമായിരുന്നു. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല, പക്ഷെ ചെയ്യണമായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് പെടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയേണ്ടത്. അതെങ്ങനെയാണ് പറയുന്നത്? യു ഷുഡ് ഹാവ് ലിസൺ ടു മീ.
യു ഷുഡ് ഹാവ് ലിസൺ ടു മീ. ഹിയർ എന്ന വെർബ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ലിസൺ എന്ന വെർബാണ്. ഹിയറും ലിസണും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മലയാളത്തിൽ നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ അതിന് ലിസൺ എന്ന മീനിങ്ങും വരാം, ഹിയർ എന്ന മീനിങ്ങും വരാം. പക്ഷെ ഇംഗ്ലീഷിൽ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശമില്ലാതെ എന്തെങ്കിലും കേൾക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹിയർ ഉപയോഗിക്കുന്നത്. നമ്മൾ നടന്നു പോകുന്നതിനിടയിൽ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടു, നമ്മളത് കേൾക്കാൻ വേണ്ടി അവിടെ പോയതോ അവർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മളത് കേട്ടു. അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് ഹിയർ. ഐ ഹേർഡ് ദം ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, പക്ഷെ ഞാൻ കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നാണ്. ലിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, അവരെന്താണ് പറയുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ അതിൽ ശ്രദ്ധിച്ചു. ലിസൺ ടു ദ അഡ്വൈസ് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നാണ് അതിനർത്ഥം. യു ഷുഡ് ഹാവ് ലിസൺ ടു മീ. ഞാൻ പറഞ്ഞത് നീ ശ്രദ്ധിക്കണമായിരുന്നു, കേൾക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ഹേർഡ് മീ എന്നല്ല പറയുന്നത്, യു ഷുഡ് ഹാവ് ലിസൺ ടു മീ എന്നാണ്. ലിസണിന് ശേഷം നമ്മൾ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ടുവിന് ശേഷം പിന്നെ അവിടെ ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ഈ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ലിസൺ എന്ന് മാത്രമാണ് പറയാം. ഇപ്പൊ ക്ലാസ്സിൽ ടീച്ചർമാർ ചെന്ന് കുട്ടികളുടെ അടുത്ത് ലിസൺ ടു മീ എന്ന് വേണമെങ്കിൽ ടീച്ചർ പറയാം. അതിനർത്ഥം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്നാണ്. ആ മീ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ലിസൺ ടു എന്ന് പറയരുത്, ലിസൺ എന്ന് മാത്രമേ പറയാവൂ. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ലിസൺ എന്ന് മാത്രം പറയുക, ഒബ്ജക്റ്റിന് മുന്നിൽ ടു ഉപയോഗിക്കുക. നമ്മൾ ജയിക്കേണ്ടതാണ്, നമ്മളാണ് കൂടുതൽ നല്ല ടീം, നമ്മളുടെ ടീമാണ് ബെറ്റർ, നമ്മുടെ ടീമാണ് ബെറ്റർ എങ്കിൽ നമ്മൾ ജയിക്കും എന്നത് ലോജിക്കലായ ഒരു കൺക്ലൂഷൻ ആണ് അല്ലെ. അത് നമുക്ക് ഷുഡ് ഉപയോഗിച്ച് പറയാം. വി ഷുഡ് വിൻ, നമ്മൾ ജയിക്കേണ്ടതാണ്. വി ആർ ദ ബെറ്റർ ടീം, നമ്മുടെ ടീമാണ് നല്ലത്. വി ഷുഡ് വിൻ, നമ്മൾ ജയിക്കേണ്ടതാണ്. വി ആർ ദ ബെറ്റർ ടീം, കൂടുതൽ നല്ല ടീം നമ്മുടേതാണ്. നമ്മൾ ജയിക്കേണ്ടതായിരുന്നു, നമ്മുടേതായിരുന്നു കൂടുതൽ നല്ല ടീം. നല്ല ടീം നമ്മുടേതായിരുന്നു, നല്ല ടീം നമ്മുടേതായത് കാരണം നമ്മളായിരുന്നു ജയിക്കേണ്ടിയിരുന്നത്, പക്ഷെ നമ്മൾ ജയിച്ചില്ല. അതെങ്ങനെയാ പറയുന്നത്? അതിന് നമ്മൾ ഷുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. വി ഷുഡ് ഹാവ് വൺ, നമ്മൾ ജയിക്കേണ്ടതായിരുന്നു. അവേഴ്സ് വെർ ദ ബെറ്റർ ടീം, അല്ലെങ്കിൽ വി വെർ ദ ബെറ്റർ ടീം, നമ്മളായിരുന്നു കൂടുതൽ മികച്ച ടീം. ഇത് പാസ്റ്റ് ടെൻസിലാണ് കേട്ടോ, നമ്മൾ ജയിച്ചില്ല, ജയിക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് വി ആർ ദ ബെറ്റർ ടീം എന്നല്ല പറയുന്നത്, വി വേർ ദ ബെറ്റർ ടീം എന്നാണ്. നമ്മളായിരുന്നു കൂടുതൽ നല്ല ടീം, അതുകൊണ്ട് നമ്മൾ ജയിക്കേണ്ടതായിരുന്നു. അവനൊരു ഹെൽമെറ്റ് ധരിക്കേണ്ടതാണ്. അവനൊരു ഹെൽമെറ്റ് ധരിക്കണം എന്ന അർത്ഥത്തിൽ നമുക്ക് ഹി ഷുഡ് വിയർ എ ഹെൽമെറ്റ് എന്ന് പറയാം. ഹി ഷുഡ് വിയർ എ ഹെൽമെറ്റ്, അവനൊരു ഹെൽമെറ്റ് ധരിക്കണം. പക്ഷെ നമ്മൾ ഒരാൾ ബൈക്കിൽ പോകുന്ന ഒരാൾ ഹെൽമെറ്റ് ധരിക്കാതെ നമ്മൾ കണ്ടു എന്ന് കരുതുക, അപ്പൊ നമ്മൾ എന്താ പറയുക? അവനൊരു ഹെൽമെറ്റ് ധരിക്കണം എന്നല്ല നമ്മൾ പറയാം. നമ്മൾ സ്വയം പറയും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് പറയും അവനൊരു ഹെൽമെറ്റ് ധരിക്കേണ്ടതായിരുന്നു എന്ന് പറയും അല്ലെ. അവൻ ഇപ്പോൾ ഒരു ഹെൽമെറ്റ് ധരിക്കേണ്ടതായിരുന്നു. അവൻ ധരിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്, ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അവൻ ചെയ്തിട്ടില്ല. അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഷുഡ് ബി ആണ്. ഹി ഷുഡ് ബി വിയറിംഗ് എ ഹെൽമെറ്റ്, അവനൊരു ഹെൽമെറ്റ് ധരിക്കേണ്ടതായിരുന്നു, പക്ഷെ അവൻ ചെയ്തിട്ടില്ല. ഹി ഷുഡ് ബി വിയറിംഗ് എ ഹെൽമെറ്റ്. ഹി ഷുഡ് വിയർ എ ഹെൽമെറ്റും ഹി ഷുഡ് ബി വിയറിംഗ് എ ഹെൽമെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് യു ഷുഡ് വിയർ എ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ അതൊരു അഡ്വൈസ് ആണ്, നീ ഹെൽമെറ്റ് ധരിക്കണം എന്നാണ് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ഹെൽമെറ്റ് ധരിക്കാത്ത ഒരാളെ കാണുമ്പോൾ അവരത് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കാനാണ് നമ്മളിവിടെ ഹി ഷുഡ് ബി വിയറിംഗ് എ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. അവൻ ധരിക്കേണ്ടതായിരുന്നില്ലേ, പക്ഷെ അവൻ ധരിക്കുന്നില്ല. ഹി ഷുഡ് ബി വിയറിംഗ് എ ഹെൽമെറ്റ്, അവനൊരു ഹെൽമെറ്റ് ധരിക്കേണ്ടതാണ്. നീ എന്താ TV കാണുന്നത്? എക്സാം ആവാറായി, കുട്ടികൾ പഠിക്കാതെ TV കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പേരൻസും അവരോട് ചോദിക്കുന്നതാണ്, നീ എന്താ TV കാണുന്നത്? വൈ ആർ യു വാച്ചിങ് TV? നീ ഇപ്പോൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. യു ഷുഡ് ബി സ്റ്റഡിയിങ് നൗ. വൈ ആർ യു വാച്ചിങ് TV? നീ എന്താ TV കണ്ടുകൊണ്ടിരിക്കുന്നത്? യു ഷുഡ് ബി സ്റ്റഡിയിങ് നൗ. നീ ഇപ്പോൾ പഠിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ നീ അത് ചെയ്യാതെ TV കാണുകയാണ് ചെയ്യുന്നത്. ഷുഡ് ബി പ്ലസ് ING നമ്മൾ ഉപയോഗിക്കുന്നത് ആ സമയത്ത് അങ്ങനെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നടക്കണമായിരുന്നു, പക്ഷെ അതല്ല നടക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. യു ഷുഡ് ബി സ്റ്റഡിയിങ് നൗ. നീ ഇപ്പോൾ പഠിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ നീ TV കാണുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ തെറ്റായ വഴിക്കാണ് പോയത്. ഞങ്ങൾക്ക് വഴി തെറ്റി. തെറ്റായ വഴി, റോങ് വേ. ഞങ്ങൾ ആ വഴിക്കാണ് പോയത് എന്നെങ്ങനെയാ പറയുന്നത്? വി വെൻ ദ റോങ് വേ. ഞങ്ങൾ തെറ്റായ വഴിക്കാണ് പോയത്. ഇടത്തോട്ടാണ് ഞങ്ങൾ തിരിയേണ്ടിയിരുന്നത്, വലത്തോട്ടല്ല. തിരിയുക, ടേൺ. വി ഷുഡ് ഹാവ് ടേൺഡ് ലെഫ്റ്റ്, നോട്ട് റൈറ്റ്. വി ഷുഡ് ഹാവ് ടേൺഡ് ലെഫ്റ്റ്, നോട്ട് റൈറ്റ്. ഞങ്ങൾ ഇടത്തോട്ടാണ് തിരിയേണ്ടിയിരുന്നത്, ഷുഡ് ഹാവ് ടേൺഡ് ലെഫ്റ്റ്. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. നോട്ട് റൈറ്റ്, വലത്തോട്ടല്ല എന്നതിന് അവിടെ നോട്ട് റൈറ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. നമ്മളിത് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു കോമ ഉപയോഗിക്കും ആ നോട്ടിന് മുന്നിൽ. സംസാരിക്കുമ്പോൾ പിന്നെ നമ്മൾ കോമയൊന്നും യൂസ് ചെയ്യില്ല. ഷോപ്പ് 8 മണി മുതൽ 6 മണി വരെ ഓപ്പൺ ആണ്. ഏതെങ്കിലും ഒരു ഷോപ്പ് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഓപ്പൺ ആണെങ്കിൽ നമുക്കത് എങ്ങനെ പറയാം? ദ ഷോപ്പ് ഈസ്
ഓപ്പൺ ഫ്രം 8 to 6. ദ ഷോപ്പ് ഈസ് ഓപ്പൺ ഫ്രം 8 to 6. ഇപ്പോൾ 9 മണിയാണ്. അപ്പോൾ 8 മണിക്ക് തുറക്കുന്ന ഒരു ഷോപ്പ് 9 മണിക്ക് തുറന്നിട്ട് തന്നെ ആയിരിക്കണം അല്ലേ? ഇപ്പോൾ 9 മണിയാണ്. ഇറ്റ് ഈസ് 9 o'clock now. അതുകൊണ്ട് ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കണം. ഇപ്പോൾ ആയിരിക്കണം. ദ ഷോപ്പ് ഷുഡ് ബി ഓപ്പൺ നൗ. ഇറ്റ് ഈസ് 9 o'clock now, so the shop should be open. 8 മണിക്ക് തുറക്കുന്ന ഒരു ഷോപ്പ് 9 മണിക്ക് ഓപ്പൺ ആയിരിക്കും എന്നത് നമുക്ക് പൊതുവെ കൺക്ലൂഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. സോ ദ ഷോപ്പ് ഷുഡ് ബി ഓപ്പൺ നൗ. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും. ഷുഡ് ഉപയോഗിച്ച് നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. പൊതുവെ ചില വേർബ്സിന് ശേഷം അതുപോലെ തന്നെ ചില അഡ്ജക്റ്റീവ്സിന് ശേഷവും നമ്മൾ ദാറ്റ് ക്ലോസിൽ ഷുഡ് കോമൺ ആയി യൂസ് ചെയ്യും. ഞാൻ അവളുടെ കൂടെ ചെല്ലണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. നിർബന്ധം പിടിക്കുന്നതിന് നമുക്ക് ഇൻസിസ്റ്റഡ് എന്ന് പറയാം. അവൾ നിർബന്ധം പിടിച്ചു. ഷീ ഇൻസിസ്റ്റഡ്. എന്താ അവൾ നിർബന്ധം പിടിച്ചത്? ഞാൻ അവളുടെ കൂടെ ചെല്ലണമെന്ന്. She insisted that I should go with her. She insisted that I should go with her. ഞാൻ അവളുടെ കൂടെ ചെല്ലണമെന്ന്, കൂടെ പോവണമെന്ന് അവൾ നിർബന്ധിച്ചു. ഇൻസിസ്റ്റഡിന് ശേഷം നമ്മളിവിടെ ഒരു ദാറ്റ് ക്ലോസ് ആണ് ഉപയോഗിച്ചത്. ആ ദാറ്റ് ക്ലോസിലാണ് നമ്മളിവിടെ ഷുഡ് ഉപയോഗിക്കുന്നത്. She insisted that I should go with her. ഇൻസിസ്റ്റിന് ശേഷം ഇങ്ങനെ ദാറ്റ് ക്ലോസിൽ ഷുഡ് ഉപയോഗിക്കുന്നത് വളരെ കോമൺ ആണ്. ഇവിടെ നമുക്ക് ഷുഡ് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. അത് അമേരിക്കൻ ഇംഗ്ലീഷിൽ ആ സ്ട്രക്ചർ കോമൺ ആണ്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഗോ വിത്ത് ഹെർ എന്ന് പറയാം. അവിടെ നമ്മൾ ആ ഷുഡ് ഒമിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ സബ്ജക്റ്റിൽ വരുന്ന ഡിഫറൻസ് ഒന്നും ആ വെർബിനെ, ആ ഗോ എന്ന വെർബിനെ പിന്നെ അവിടെ ബാധിക്കില്ല. സബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണിത്. ഇത് പൊതുവെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അങ്ങനെ കോമൺ ആയി യൂസ് ചെയ്യാറില്ല. ഷുഡ് ഉപയോഗിക്കുന്ന ഫോംസ് ആണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നോർമലി യൂസ് ചെയ്യാറ്. നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനും ഷുഡ് അവിടെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ സബ്ജക്റ്റ്, രണ്ടാമത്തെ ക്ലോസിന്റെ സബ്ജക്റ്റ് ഹി ആയിരുന്നെങ്കിലും ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി ഗോ വിത്ത് ഹെർ എന്ന് പറയാം. ഗോ എന്ന വെർബ് ഹി എന്ന പ്രൊനൗണുമായി മാച്ച് ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ മുഴുവൻ ഫോം ഹി ഷുഡ് ഗോ വിത്ത് ഹെർ എന്നാണ്. ആ ഷുഡ് അവിടെ ഒമിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പിന്നെ ആ വെർബിൽ ഡിഫറൻസ് വരുത്തുന്നില്ല. നമുക്ക് അതിന് പകരം അവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ വെന്റ് വിത്ത് ഹെർ അല്ലെങ്കിൽ ഹി വെന്റ് വിത്ത് ഹെർ എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ കൺഫ്യൂഷന് സ്കോപ്പ് കുറവാണ്. ഷുഡ് ഗോ എന്നതിന് പകരം നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഒരു ഡോക്ടറെ കാണണം എന്ന് അമ്മ നിർദ്ദേശിച്ചു. അമ്മ നിർദ്ദേശിച്ചു. മദർ സജസ്റ്റഡ്. പിന്നെ ദാറ്റ്. മദർ സജസ്റ്റഡ് ദാറ്റ്. എന്താ അമ്മ നിർദ്ദേശിച്ചത്? ഞാൻ ഒരു ഡോക്ടറെ കാണണം. ഐ ഷുഡ് സീ എ ഡോക്ടർ. മദർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് സീ എ ഡോക്ടർ. ഞാൻ ഒരു ഡോക്ടറെ കാണണമെന്ന് അമ്മ നിർദ്ദേശിച്ചു. സജസ്റ്റ് എന്ന വെർബ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സജസ്റ്റിന് ശേഷം നമുക്ക് ഒരിക്കലും ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. സജസ്റ്റിന് ശേഷം നമ്മൾ ഒന്നുകിൽ ഒരു ദാറ്റ് ക്ലോസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. മദർ സജസ്റ്റഡ് സീയിങ് എ ഡോക്ടർ എന്ന് പറയാം. അല്ലെങ്കിൽ മദർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് സീ എ ഡോക്ടർ. മദർ സജസ്റ്റഡ് മീ ടു സീ എ ഡോക്ടർ എന്ന് പറയരുത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മദർ എന്ന് പറയുക അല്ലെങ്കിൽ മൈ മദർ എന്ന് പറയുക, ദ മദർ എന്ന് പറയരുത്. ദ മദർ എന്ന് പറയുമ്പോൾ പിന്നെ അത് നിങ്ങളുടെ അമ്മയല്ല. നിങ്ങളുടെ അമ്മയാണ് എന്നർത്ഥത്തിൽ നിങ്ങൾ മദർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദ മദർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും കേൾക്കുന്നയാൾക്കും പരിചയമുള്ള, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ ഒരു പ്രത്യേക അമ്മയാണ് എന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ അമ്മയെക്കുറിച്ച് പറയാൻ മദർ എന്ന് പറയുക അല്ലെങ്കിൽ മൈ മദർ എന്ന് പറയുക. അച്ഛനെ കുറിച്ച് പറയാൻ ഫാദർ എന്ന് പറയുക അല്ലെങ്കിൽ മൈ ഫാദർ എന്ന് പറയുക. മദർ, ഫാദർ അത്രേ പറയേണ്ട ആവശ്യമുള്ളൂ. ആർട്ടിക്കിൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട. മദർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് സീ എ ഡോക്ടർ. എല്ലാവരും ധാരാളം പഴങ്ങൾ കഴിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. റെക്കമെൻഡ്. സജസ്റ്റ്. റെക്കമെൻഡ് ആണ് അവിടെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ദാറ്റ് എവരി വൺ ഷുഡ് ഈറ്റ് പ്ലെന്റി ഓഫ് ഫ്രൂട്ട്. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ദാറ്റ് എവരി വൺ ഷുഡ് ഈറ്റ് പ്ലെന്റി ഓഫ് ഫ്രൂട്ട്. ഇപ്പം നമ്മൾ 3 വേർബ്സിന്റെ കാര്യം പറഞ്ഞു. ഇൻസിസ്റ്റ്, സജസ്റ്റ്, റെക്കമെൻഡ്. ഇതിനെല്ലാം ശേഷം നമ്മളിങ്ങനെ ദാറ്റ് ക്ലോസിൽ ഷുഡ് ഉപയോഗിക്കുന്നത് വളരെ കോമൺ ആണ്. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ദാറ്റ് എവരി വൺ ഷുഡ് ഈറ്റ് പ്ലെന്റി ഓഫ് ഫ്രൂട്ട്. ഫ്രൂട്ട് പൊതുവേ നമ്മളിങ്ങനെ സിംഗുലർ ഫോമിലാണ് യൂസ് ചെയ്യുക. പലതരത്തിലുള്ള പഴങ്ങളെ കുറിച്ച് പറയാൻ ചിലപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയാറുണ്ട്. പക്ഷെ നോർമലി ഇങ്ങനെ ഫ്രൂട്ട് ഇങ്ങനെ പ്ലൂറൽ ഫോമിലല്ല, സിംഗുലർ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ദാറ്റ് എവരി വൺ ഷുഡ് ഈറ്റ് പ്ലെന്റി ഓഫ് ഫ്രൂട്ട്. ഇവിടെയും നമുക്ക് ഷുഡ് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ദാറ്റ് എവരി വൺ ഈറ്റ് പ്ലെന്റി ഓഫ് ഫ്രൂട്ട് എന്ന് പറയാവുന്നതാണ്. കമ്പനി അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ജോലിക്കാർ ആവശ്യപ്പെട്ടു. സബ്ജക്റ്റ് ജോലിക്കാരാണ്. മെയിൻ ക്ലോസിന്റെ സബ്ജക്റ്റ് ജോലിക്കാരാണ്. ജോലിക്കാർ, ദ വർക്കേഴ്സ്. ആവശ്യപ്പെട്ടു, ഡിമാൻഡഡ് ദാറ്റ് ദ കമ്പനി ഷുഡ് ഇൻക്രീസ് ദെയർ വേജസ്. ദ വർക്കേഴ്സ് ഡിമാൻഡഡ് ദാറ്റ് ദ കമ്പനി ഷുഡ് ഇൻക്രീസ് ദെയർ വേജസ്. അവരുടെ വേതനം വർദ്ധിപ്പിക്കണം. ഷുഡ് ഇൻക്രീസ് ദെയർ വേജസ്. മീറ്റിംഗ് സമയത്ത് തന്നെ തുടങ്ങണമെന്നത് പ്രധാനമാണ്.
ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് 4 വേർബ്സിനെ കുറിച്ചായിരുന്നു. ഇൻസിസ്റ്റ്, റെക്കമെൻഡ്, ഡിമാൻഡ്, അതുപോലെ തന്നെ സജസ്റ്റ്. ആ വേർബ്സിന് ശേഷം നമ്മൾ ദാറ്റ് ക്ലോസിൽ ഷുഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 4 എക്സാമ്പിൾസിൽ നോക്കിയത്. ഇനി നമുക്ക് ചില അഡ്ജക്റ്റീവ്സിന് ശേഷം ഇങ്ങനെ ദാറ്റ് ക്ലോസിൽ ഷുഡ് ഉപയോഗിക്കാൻ സാധിക്കും. അതിലൊരു കോമൺ അഡ്ജക്റ്റീവാണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ മീറ്റിംഗ് ഷുഡ് സ്റ്റാർട്ട് ഓൺ ടൈം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ മീറ്റിംഗ് ഷുഡ് സ്റ്റാർട്ട് ഓൺ ടൈം. മീറ്റിംഗ് സമയത്ത് തന്നെ തുടങ്ങുക എന്നത് പ്രധാനമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ മീറ്റിംഗ് ഷുഡ് സ്റ്റാർട്ട് ഓൺ ടൈം. ഇവിടെയും നമുക്ക് ഷുഡിനെ വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ മീറ്റിംഗ് സ്റ്റാർട്ട് ഓൺ ടൈം എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് ഓൺ ടൈം എന്ന് പറയാം. മീറ്റിംഗ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഷുഡ് ഒമിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ വരുന്നത് സ്റ്റാർട്ട് എന്ന വെർബ് പ്ലൂറൽ വെർബാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഷുഡ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിന് പകരം സ്റ്റാർട്ട്സ് എന്ന് ഉപയോഗിക്കാം. ഒരു എസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ആ എസ് അവിടെ നിർബന്ധമില്ല. ഷുഡ് ജസ്റ്റ് ഒമിറ്റ് ചെയ്താലും മതി. ഇത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഷുഡ് ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും നല്ല ഐഡിയ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ മീറ്റിംഗ് ഷുഡ് സ്റ്റാർട്ട് ഓൺ ടൈം. എല്ലാവരും സമയത്ത് തന്നെ എത്തിച്ചേരണം എന്നത് അത്യാവശ്യമാണ്, നിർബന്ധമാണ്. അത്യാവശ്യമാണ് എന്ന അർത്ഥത്തിൽ നമുക്കിവിടെ എസെൻഷ്യൽ എന്ന് ഉപയോഗിക്കാം. It is essential that everybody should reach on time, should arrive on time, അല്ലെങ്കിൽ should be here on time. എല്ലാവരും ഇവിടെ സമയത്ത് എത്തിച്ചേരുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഷുഡ് ബി ഹിയർ ഓൺ ടൈം എന്ന് പറയുന്നത്. ഷുഡ് അറൈവ് ഹിയർ ഓൺ ടൈം എന്ന് നമുക്ക് പറയാം. ബിക്ക് പകരം അറൈവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് റീച്ച് ഉപയോഗിക്കാം. ഷുഡ് റീച്ച് ഹിയർ ഓൺ ടൈം എന്നും പറയാവുന്നതാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് എവരി വൺ ഷുഡ് റീച്ച് ഹിയർ ഓൺ ടൈം. സമയത്ത് തന്നെ. ഓൺ ടൈം എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ സമയത്ത് എത്തിച്ചേരുന്നതിനാണ് ഓൺ ടൈം എന്ന് പറയുന്നത്, കൃത്യസമയത്ത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് എവരി വൺ ഷുഡ് ബി ഹിയർ ഓൺ ടൈം. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻറ്റിന് ശേഷം ഇങ്ങനെ ഷുഡ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. എസെൻഷ്യലിന് ശേഷം ഉപയോഗിക്കാം. വൈറ്റലിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സിന് ശേഷം നമുക്കിങ്ങനെ ഷുഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിർദ്ദേശിക്കുക, അഭിപ്രായം പറയുക, ആവശ്യപ്പെടുക, അതിനെല്ലാം ശേഷവും നമുക്ക് അത്തരം വേർബ്സിന് ശേഷവും നമുക്കിങ്ങനെ ദാറ്റ് ക്ലോസിൽ ഷുഡ് ഉപയോഗിക്കാൻ സാധിക്കും. അവൻ മാപ്പ് പറയണമെന്ന് ഞാൻ നിർബന്ധിച്ചു. ഞാൻ നിർബന്ധിച്ചു. ഐ ഇൻസിസ്റ്റഡ്. എന്താ ഞാൻ നിർബന്ധിച്ചത്? അവൻ മാപ്പ് പറയണമെന്ന്. ഐ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് അപ്പോളജൈസ്. അവൻ മാപ്പ് പറയണമെന്ന് ഞാൻ നിർബന്ധിച്ചു. ഐ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് അപ്പോളജൈസ്. ഷുഡ് ഒമിറ്റ് ചെയ്യാം. നമുക്കിതിങ്ങനെ പറയാം. ഐ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി അപ്പോളജൈസ്. ഇത് കാണുമ്പോൾ ആ അപ്പോളജൈസ് എന്ന വെർബ് ഹി എന്ന സിംഗുലർ പ്രൊനൗണുമായി മാച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നും. പക്ഷേ അങ്ങനെ കരുതേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഷുഡ് ഒമിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ ഷുഡ് ഒമിറ്റ് ചെയ്യാറില്ല. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനായി നമുക്കിവിടെ ഹി അപ്പോളജൈസിന് പകരം ഹി അപ്പോളജൈസ്ഡ് എന്നും പറയാം. ഷുഡ് ഇല്ലെങ്കിൽ പൊതുവെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് അത് പറയാറ്. ഐ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി അപ്പോളജൈസ്ഡ്. ഇവിടെ അപ്പോളജൈസ്ഡ് എന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ വെർബ് ഉപയോഗിക്കാൻ കാരണം മെയിൻ ക്ലോസിലെ വെർബ് പാസ്റ്റ് ടെൻസിലാണ്. ഇൻസിസ്റ്റഡ് എന്നാണ് നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ള വെർബ്. അതുകൊണ്ടാണ് നമ്മൾ ദാറ്റ് ക്ലോസിൽ പിന്നെ അവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഷുഡ് അപ്പോളജൈസ് എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അപ്പോളജൈസ്ഡ് എന്ന് പറയാം. അതും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഷുഡിനെ ഒമിറ്റ് ചെയ്ത് അപ്പോളജൈസ് എന്ന് മാത്രം പറയാം. ഒരുപാട് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ് എന്നർത്ഥം. ഇവിടെ ഐ ഇൻസിസ്റ്റ് ആയിരുന്നു എങ്കിൽ നമുക്ക് ഐ ഇൻസിസ്റ്റ് ദാറ്റ് ഹി ഷുഡ് അപ്പോളജൈസ് എന്ന് പറയാം. ഷുഡിന് ശേഷം അപ്പോളജൈസ് തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷേ പിന്നെ നമ്മൾ ആ ഷുഡ് ഒമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ഇൻസിസ്റ്റ് ദാറ്റ് ഹി അപ്പോളജൈസസ് എന്നും പറയാം. അവിടെ ഹി എന്ന ആ സിംഗുലർ പ്രൊനൗണുമായി മാച്ച് ചെയ്യാൻ നമുക്ക് അപ്പോളജൈസസ് എന്ന ആ സിംഗുലർ വെർബ് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഷുഡ് തന്നെ ഉപയോഗിക്കുക. ഷുഡ് പ്ലസ് V1 ഉപയോഗിച്ചാൽ ഈ കൺഫ്യൂഷൻ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഐ ഇൻസിസ്റ്റ് ദാറ്റ് ഹി ഷുഡ് അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ അവൻ മാപ്പ് പറയണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നു എന്നർത്ഥം. ഐ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് അപ്പോളജൈസ് എന്ന് പറയുമ്പോൾ അവൻ മാപ്പ് പറയണമെന്ന് ഞാൻ നിർബന്ധിച്ചു എന്നർത്ഥം. അവളോട് പറയേണ്ടത് അത്യാവശ്യമാണ്. അവളോട് പറയേണ്ടത് എന്നത് ഞാനിവിടെ പാസീവ് വെർബാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ അതിന് ഈക്വലായ ഒരു എക്സ്പ്രഷൻ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ അവളോട് പറയേണ്ടത് എന്ന് പറയുക. അവളോട് പറയുക എന്നതിൻ്റെ ആക്റ്റീവ് ഫോം വി ഷുഡ് ടെൽ ഹെർ എന്നാണ്. വി ഷുഡ് ടെൽ ഹെർ എന്നതിൻ്റെ പാസീവ് ഫോമാണ് ഷീ ഷുഡ് ബി ടോൾഡ്. ഞാൻ അതാ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ഷീ ഷുഡ് ബി ടോൾഡ്. അവളോട് പറയപ്പെടുക എന്നൊന്നും നമ്മൾ മലയാളത്തിൽ പറയില്ല. പാസീവ് വെർബ് ഫോംസ് ഇംഗ്ലീഷിൽ വളരെ കോമൺ ആണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഭാഷയിൽ അതങ്ങനെ അധികം ഉപയോഗിക്കാറില്ല.
ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ഷീ ഷുഡ് ബി ടോൾഡ്. നമ്മൾ അവളോട് പറയേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വി ഷുഡ് ടെൽ ഹെർ എന്നും പറയാവുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഷുഡിനെ വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. അത്തരം സ്ട്രക്ചേഴ്സും പൊതുവെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കൻ ഇംഗ്ലീഷിൽ. നമുക്കിത് ഇങ്ങനെയും പറയാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ഷീ ബി ടോൾഡ് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ എന്തോ പോലെ തോന്നുമായിരിക്കാം, പക്ഷേ അത് ഇങ്ങനെ കോമൺ ആയിട്ട് അമേരിക്കൻ ഇംഗ്ലീഷിൽ കോമൺ ആയി ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സിൽ ഒന്നാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ഷീ ബി ടോൾഡ്. ഷീ ഷുഡ് ബി ടോൾഡിന് പകരമാണ് നമ്മളിവിടെ ഷീ ബി ടോൾഡ് എന്ന് മാത്രം പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ഷീ ഈസ് ടോൾഡ് എന്നും പറയാവുന്നതാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ഷീ ഈസ് ടോൾഡ്. ആ ബിക്ക് പകരം ഷീ സിംഗുലർ ആയ ഒരു സബ്ജക്റ്റ് അല്ലേ, അപ്പോൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ബിക്ക് പകരം ഷീയുടെ കൂടെ ഉപയോഗിക്കുക ഈസ് ആണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ഷീ ഈസ് ടോൾഡ് എന്ന് പറയാം, ഷീ ബി ടോൾഡ് എന്ന് പറയാം. കൂടുതൽ കോമൺ ആയ സ്ട്രക്ചർ ഷീ ഷുഡ് ബി ടോൾഡ് ആണ്. ഞാൻ വാടക ശനിയാഴ്ചയോടെ നൽകണമെന്ന് എൻ്റെ ലാൻഡ് ലോഡ് ആവശ്യപ്പെട്ടു. നമ്മൾ പൊതുവെ ഹൗസ് ഓണർ എന്നൊക്കെ പറയുമല്ലോ, അത് ഇംഗ്ലീഷിൽ പൊതുവെ പറയുന്ന എക്സ്പ്രഷൻ ലാൻഡ് ലോഡ് ആണ്. ഒരു സ്ത്രീ ആണെങ്കിൽ ലാൻഡ് ലേഡി എന്ന് പറയും. എൻ്റെ ലാൻഡ് ലോഡ് ആവശ്യപ്പെട്ടു. മൈ ലാൻഡ് ലോഡ് ഡിമാൻഡഡ്. എന്താ ആവശ്യപ്പെട്ടത്? ശനിയാഴ്ചയോടെ, ബൈ സാറ്റർഡേ ഞാൻ റെന്റ് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. മൈ ലാൻഡ് ലോഡ് ഡിമാൻഡഡ് അല്ലെങ്കിൽ ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് പേ ദ റെന്റ് ബൈ സാറ്റർഡേ. മൈ ലാൻഡ് ലോഡ് ഡിമാൻഡഡ് ദാറ്റ് ഐ ഷുഡ് പേ ദ റെന്റ് ബൈ സാറ്റർഡേ. ശനിയാഴ്ചയോടെ എന്ന അർത്ഥത്തിലാണ് ബൈ സാറ്റർഡേ എന്ന് പറയുന്നത്. ബൈ സാറ്റർഡേ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു ദിവസം എന്നർത്ഥം. ശനിയാഴ്ചയ്ക്ക് അപ്പുറം പോകരുത്. മൈ ലാൻഡ് ലോഡ് ഡിമാൻഡഡ് ദാറ്റ് ഐ ഷുഡ് പേ ദ റെന്റ് ബൈ സാറ്റർഡേ. ഞാൻ അല്പം കൂടി നേരം നിൽക്കണമെന്ന് അവർ നിർബന്ധിച്ചു. നിൽക്കുക എന്ന് പറയുമ്പോൾ നിൽക്കുക എന്ന അർത്ഥത്തിലല്ല, ഞാൻ കുറച്ചു നേരം കൂടി അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം എന്ന അർത്ഥത്തിലാണ് അവർ പറയുന്നത്. അവർ നിർബന്ധിച്ചു. ദേ ഇൻസിസ്റ്റഡ്. എന്താ അവർ നിർബന്ധിച്ചത്? ഞാൻ കുറച്ചു നേരം കൂടി അവിടെ നിൽക്കണമെന്ന്, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. ദേ ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് സ്റ്റേ. അവിടെ കുറച്ചു നേരം കൂടി നിൽക്കുന്നതിന് നമുക്ക് സ്റ്റേ എന്ന് പറയാം. ഐ ഷുഡ് സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ. കുറച്ചു നേരം കൂടി, എ ലിറ്റിൽ ലോങ്ങർ. ദേ ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ. അല്പനേരം കൂടി എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ എ ലിറ്റിൽ ലോങ്ങർ എന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ഷുഡിന്റെ ഒരുവിധം യൂസസ് എല്ലാം നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഷുഡിന് മറ്റൊരു യൂസ് കൂടിയുണ്ട്. നമ്മൾ കണ്ടീഷണൽ ക്ലോസസിലും ഷുഡ് ഉപയോഗിക്കാറുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ച് നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ തീർച്ചയായും അത് കണ്ടു നോക്കൂ. ഇഫ് ഷീ അറൈവ്സ് നൗ വി വിൽ ബി ഇൻ ട്രബിൾ. ഇത് ടൈപ്പ് 1 കണ്ടീഷണൽ ആണ്. ഇതിനർത്ഥം അവൾ ഇപ്പോൾ വന്നാൽ നമ്മൾ ബുദ്ധിമുട്ടിലാവും, നമ്മൾ പെട്ടുപോകും എന്നാണ്. ഇവിടെ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചത് വിൽ പ്ലസ് V1 ആണ്. വിൽ ബി, വിൽ പ്ലസ് V1 ആണ്. ഇങ്ങനെ ടൈപ്പ് 1 കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. അതായത് അവളിപ്പോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവൾ വരികയാണെങ്കിൽ നമ്മൾ വിഷമത്തിലാവുകയും ചെയ്യും, അതാണ് ഇതിനർത്ഥം. ഇനി അവൾ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യാം. ടൈപ്പ് 2 കണ്ടീഷണൽ ആകുമ്പോൾ നമ്മൾ അറൈവ്സ് എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിന് പകരം നമ്മളവിടെ അറൈവ്ഡ് എന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. മെയിൻ ക്ലോസിൽ വില്ലിന് പകരം വുഡ് ഉപയോഗിക്കും. അതല്ലാതെ തന്നെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം ഈഫ് ക്ലോസിൽ. അങ്ങനെയും നമുക്കിത് പറയാം. ഇഫ് ഷീ ഷുഡ് അറൈവ് നൗ വി വിൽ ബി ഇൻ ട്രബിൾ. അറൈവ്ഡ് എന്ന വെർബിന് പകരം നമ്മളിവിടെ ഷുഡ് അറൈവ് എന്ന് പറഞ്ഞു. അതിനർത്ഥം വരാനുള്ള സാധ്യത വളരെ കുറവാണ്, പക്ഷെ വരികയാണെങ്കിൽ നമ്മൾ പെട്ടുപോവുക തന്നെ ചെയ്യും എന്നാണ്. ഇഫ് ഷീ ഷുഡ് അറൈവ് നൗ വി വിൽ ബി ഇൻ ട്രബിൾ. നമുക്ക് ഈ ഷുഡിനെ എടുത്ത് ഈഫിന് പകരം സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലും വെക്കാം. അങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. ഇതിങ്ങനെയും പറയാം. ഷുഡ് ഷീ അറൈവ് നൗ വി വിൽ ബി ഇൻ ട്രബിൾ. ഷുഡ് ഷീ അറൈവ് നൗ വി വിൽ ബി ഇൻ ട്രബിൾ. ഷുഡ് ഷീ അറൈവ് നൗ എന്ന് പറഞ്ഞാലും ഇഫ് ഷീ ഷുഡ് അറൈവ് നൗ എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. ഇതേ മീനിങ് നമുക്ക് ടൈപ്പ് 2 കണ്ടീഷണൽ ഉപയോഗിച്ചും എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഷുഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ. ഇഫ് ഷീ അറൈവ്ഡ് നൗ വി വുഡ് ബി ഇൻ ട്രബിൾ. ഇതാണ് ടൈപ്പ് 2 കണ്ടീഷണലിന്റെ ഫോം. ഷുഡ് ഉപയോഗിക്കുന്നത് നമ്മളിങ്ങനെ ടൈപ്പ് 1 കണ്ടീഷണലിന്റെ ആൾട്ടർനേറ്റ് ഫോംസിലാണ്. സാധ്യത കുറവാണ് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ അവിടെ ഷുഡ് ഉപയോഗിക്കുന്നത്. ഒരു ഒഴിവ് വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കാം. ഒഴിവ്, വേക്കൻസി, അത് വരികയാണെങ്കിൽ വിളിക്കാം. ഇഫ് എ വേക്കൻസി അറൈസസ് വി വിൽ കോൾ യു. ഞങ്ങൾ നിന്നെ വിളിക്കാം. അത് ടൈപ്പ് 1 കണ്ടീഷണൽ ആണ്. നമുക്ക് ഷുഡ് ഉപയോഗിച്ചത് പറയാം. ഇതിങ്ങനെയും പറയാവുന്നതാണ്. ഇഫ് എ വേക്കൻസി ഷുഡ് അറൈസ് വി വിൽ കോൾ യു. ഇവിടെ അറൈസസ് എന്ന ആ സിമ്പിൾ പ്രസന്റ് ടെൻസിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഷുഡ് അറൈസ് എന്ന് പറയുന്നത്. വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ ഷുഡ് അറൈസ് എന്ന് പറയുന്നത്. ഷുഡ് ഉപയോഗിച്ച് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഷുഡ് എ വേക്കൻസി അറൈസ് വി വിൽ കോൾ യു. ഒരു വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വിളിക്കും.
ഷുഡ് എ വേക്കൻസി അറൈവ്സ് വി വിൽ കോൾ യു. ഷുഡ് ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ സ്ട്രക്ചേഴ്സും ഷുഡിന്റെ ഒരുവിധം എല്ലാ യൂസസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു.